GST പരിഷ്കരണത്തോടെ കേരളത്തിൽ കടുത്ത തിരിച്ചടി നേരിടുന്നത് ലോട്ടറി വ്യവസായത്തിനാണ്. നികുതി 40% ഉയരുന്നതോടെ ലോട്ടറി വില ഉയർത്തേണ്ടി വരും എന്നാണ് ആശങ്ക. തിരുവോണം ബമ്പറിനെ ഉൾപ്പെടെ ഇത് ബാധിച്ചേക്കും. വിഷയത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. പുതുക്കിയ GST നിരക്ക് ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ലോട്ടറിയുടെ നികുതി 28-ൽ നിന്ന് 40% ഉയരും. ഇപ്പോൾ 500 രൂപയ്ക്ക് വിൽക്കുന്ന ഓണം ബമ്പർ 22-ാം തീയതിക്ക് ശേഷം ഏത് വിലയ്ക്ക് വിൽക്കും? വില വർദ്ധിപ്പിക്കേണ്ടി വരുമോ എന്നതുൾപ്പെടെയാണ് ആശങ്ക. 22-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ബമ്പർ 29-ാം തീയതി വരെ വിൽക്കും. ഇരിക്കുന്ന ലോട്ടറിക്ക് തന്നെ 500 രൂപയുടെ എൻ്റെ ടിക്കറ്റ് അറിയാം. 25 കോടിയാണ് സമ്മാനം ഒന്നാണ്. ഒത്തിരി രണ്ടാം സമ്മാനമൊക്കെ 1 കോടി വെച്ച് ഒത്തിരി പേർക്കുണ്ട്. ഇതിനെ ആ സമയത്ത് നമുക്ക് എങ്ങനെ ഈ ടാക്സ് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രായോഗികമായ പ്രശ്നമാണ്. അതാണ് ഒരു കാര്യം. ലോട്ടറി ബമ്പർ ഉൾപ്പെടെ എല്ലാം. അതുപോലെ GST കൗൺസിലും കേന്ദ്ര ധനമന്ത്രിയെയും നേരിട്ട് കണ്ട് പ്രതിസന്ധി അറിയിച്ചു. പക്ഷേ കേരളത്തിന്റെ പരാതി പരിഗണിച്ചിട്ടില്ല. അടിയന്തരമായി ലോട്ടറി തൊഴിലാളികളെ ഉൾപ്പെടെ യോഗം വിളിച്ച് തീരുമാനമെടുക്കാനാണ് ആലോചന. എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്നൊരു പ്രശ്നം തന്നെയാണ്. ഈ ലോട്ടറിയുടെ വില കൂട്ടണോ, സമ്മാനങ്ങളും കമ്മീഷനും ബാക്കിയും എല്ലാം വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ ആഴ്ചയൊക്കെ ആയിട്ട് അത് സംസാരിച്ച് ഒരു ധാരണയാക്കിയില്ലെങ്കിൽ ലോട്ടറി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. സർക്കാർ നിയന്ത്രണത്തിൽ പേപ്പർ ലോട്ടറി നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. 2 മാസം മുൻപാണ് മറ്റ് ലോട്ടറികളുടെ വില 10 രൂപ കൂട്ടി പുതുക്കി നിശ്ചയിച്ചത്. വീണ്ടും വില ഉയർത്തിയാൽ വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.